ഹലോ നമസ്കാരം. ബ്ലാസ്റ്റ് പ്രദീപ് രംഗനാഥൻ്റെ അസിസ്റ്റൻ്റായിരുന്ന സുഭാഷ് കെ രാജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബ്ലാസ്റ്റ് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഞാൻ സിനിമയ്ക്ക് കയറിയത്. പക്ഷേ കണ്ടിറങ്ങിയപ്പോഴാണ് കട്ട എൻ്റർടൈൻമെൻറ്റും അതോടൊപ്പം തന്നെ പൈസ വസൂലാകുന്ന സിനിമ. ഒരു ലോജിക്കുമില്ലാത്ത മാജിക് ആക്ഷൻ ത്രില്ലറാണ് ഒറ്റവാക്കിൽ പറയാൻ പറ്റിയ ഡയലോഗ്. നമ്മളൊക്കെ ഏറെ ആകർഷിച്ചിട്ടുള്ള കുംഫു ഹോളിവുഡ് ചിത്രമായിട്ടുള്ള നോബഡി അങ്ങനെയുള്ള സിനിമകളുടെ ഒരു തമിഴ് ഫ്ലേവറാണ് സംവിധായകൻ ഈ സിനിമയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് നോക്കുമ്പോൾ ഒരു വശത്ത് അർജുൻ സർജ അവതരിപ്പിക്കുന്ന ഒരു കരാട്ട മാസ്റ്ററും അതോടൊപ്പം തന്നെ അയാളുടെ മകൾ പ്രീതി മുകുന്ദൻ്റെയും അതോടൊപ്പം തന്നെ ഭാര്യ അഭിരാമിയുടെയും അവരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. ചെറുപ്പം മുതലേ മകളെ മാർഷൽ ആർട്സ് പഠിപ്പിച്ച് എവിടെ അനീതി കണ്ടാലും അപ്പോൾ അവിടെ പ്രതികരിക്കണമെന്ന രീതിയിലാണ് അച്ഛൻ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രീതി മുകുന്ദൻ്റെ കഥാപാത്രം ഭയങ്കര അഗ്രസീവാണ്. മകളുടെ ഈ എടുത്തുചാട്ടം കാരണം അമ്മ അഭിരാമിക്ക് എപ്പോഴും വലിയ ടെൻഷനാണ്. എന്നാൽ ഇതിൻ്റെ മറുപുറത്ത് ഒരു ഗ്രാമത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ പോകുന്ന വലിയൊരു പാരിസ്ഥിതി പ്രശ്നമുണ്ടാകുന്ന ഒരു മൈനിങ് പ്രോജക്റ്റ്, അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിക്ക് 1000 കോടി രൂപ കൈക്കൂലി നൽകുന്ന പ്ലാൻ ചെയ്യുന്ന ജോൺ കൊക്കിൻ്റെ കോർപ്പറേറ്റ് വില്ലൻ മാഫിയ വേഷം. പ്രത്യക്ഷത്തിൽ ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഈ അസാധാരണമായ കുടുംബവും ഈ കോർപ്പറേറ്റ് മാഫിയയും തമ്മിൽ ഒരു വലിയ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈം പ്ലേറ്റിലാണ് കഥ പറയുന്നതെങ്കിൽ പോലും തിരക്കഥയിലെ കഥാപാത്രങ്ങളുടെ നിർമ്മിതിയെ വളരെ മികച്ച രീതിയിലാണ് സംവിധായകൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ചെറിയ കഥാപാത്രങ്ങൾക്ക് പോലും കൃത്യമായിട്ടുള്ള കാരണങ്ങൾ നൽകിയിട്ടുള്ളതിനാൽ അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് വളരെയധികം വിശ്വസനീയമായിട്ട് തോന്നുന്ന രീതിയിലാണ് എല്ലാ കഥാപാത്രങ്ങളും വന്നു പോകുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ പെർഫോമൻസും ആക്ഷൻ രംഗങ്ങളുമാണ്. പ്രത്യേകിച്ച് പ്രീതി മുകുന്ദൻ്റെ പ്രകടനം, എൻ്റെ മോനെ എന്ത് ലെവലടാ! ഇത്രയല്ലേ ഉള്ളൂ, സ്ലിമ്മായിട്ടല്ലേ ഉള്ളൂ. അങ്കിലും ഫൈറ്റുകളും വീട്ടിലും പവർഫുൾ. നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ ആക്ഷൻ്റെ ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഫീമെയിൽ ആക്ടർ ചെയ്യുന്ന ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഒരു ഫൈറ്റ് സീനുകൾ ഇതിലുണ്ട്. പിന്നെ നമ്മുടെ ആക്ഷൻ കിങ് സർജ, നമ്മുടെ അർജുൻ. പക്ഷേ ഈ പ്രായത്തിൽ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, കീട്ടില്ലോ എന്ന് വെച്ചാൽ കീട്ടില്ലെന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ വില്ലനായിട്ട് വന്നുള്ള അർജുൻ ചിദംബരത്തിൻ്റെ പ്രകടനവും അതോടൊപ്പം തന്നെ സെക്കൻഡ് ഹാഫിലെ വിവേക് പ്രസന്നയുടെ ചിറ്റപ്പൻ കഥാപാത്രത്തിൻ്റെ എലിവേഷനും ചിത്രത്തിന് നല്ല രീതിയിൽ താങ്ങി നിർത്തുന്നുണ്ട്. പിന്നെ ഫിനിഷ് പ്രഭുവിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫിയും അതോടൊപ്പം തന്നെ സിനിമയിലെ ഇൻ്റർവെല്ല് ബ്ലോക്ക്, അതോടൊപ്പം തന്നെ കുടുംബത്തിനകത്ത് അവരൊരുമിച്ച് ചെയ്യുന്ന അബ്രഹാം ഫൈറ്റ്, അതുപോലുള്ള സീക്വൻസുകൾ എൻ്റെ അമ്മ മോനെ ഒരു രക്ഷയില്ലാത്ത സാധനം. നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ ഗൂസ് ബംപ്സ് നിമിഷങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസിനിടയിലും സിനിമയിൽ ഉടനീളം വർക്കൗട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സൈഡ് ട്രാക്കുകളും ഡാർക്ക് ഹ്യൂമറുകളും സിനിമയിൽ ഒട്ടും ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാങ്കേതിക വശങ്ങളിലേക്ക് നോക്കുമ്പോൾ രവി ബസൂടെ എൻ്റെ മോന ഇന്നലെ വെറുപ്പിച്ചതേ ഉള്ളൂ. പക്ഷേ പശ്ചാത്തല സംഗീതം, അദ്ദേഹം ആ ഒരു സൗണ്ട് ഡിസൈനിങ് എനിക്ക് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം KGF ആ ഒരു ഇതിൽ നിന്ന് മാറി സിനിമയ്ക്ക് വേണ്ടി മാത്രം പുള്ളി നല്ല രീതിയിലാണ് ഇതിനെ സൂപ്പറാക്കിയിട്ട് ബീച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഇതൊരു ലോജിക് ഒട്ടും പ്രതീക്ഷിക്കരുത്. സിനിമയിൽ ഒരുപാട് കൊലപാതകങ്ങളും ക്രൈമുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ പോലീസ് അന്വേഷിക്കുന്നതായോ അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ച് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനെ സെർച്ച് ചെയ്യുന്നതായിട്ടോ കാണുന്നില്ല. പിന്നെ സിനിമയിലെ ഡയലോഗുകൾ വളരെ കുറവാണ്. പക്ഷേ 8ലധികം ആക്ഷൻ സീക്വൻസുകളുണ്ട്. പക്ഷേ ആ രംഗങ്ങൾ വരുമ്പോൾ എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല, ആവർത്തന വിരസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ചിലർക്കത് തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപക്ഷേ കിങ്ങോ മാർക്കോ പോലുള്ള ചിത്രങ്ങളെ പോലുള്ള ഒരു വേറിട്ട ഒരു സ്റ്റണ്ട് രീതിയാണ് ഇതിൽ വച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വില്ലന്മാരെ പെട്ടെന്ന് അവസാനിപ്പിച്ച് കളഞ്ഞതുപോലെയും അതോടൊപ്പം തന്നെ ക്ലൈമാക്സ് അല്പം വലിച്ചു നീട്ടിയതുപോലെയുമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ സിനിമയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ആ ഒരു സാധനം രോമാഞ്ചിഫിക്കേഷനും ഒരു എൻ്റർടൈൻമെൻറ്റും നൽകുന്ന രീതിയിൽ ബ്ലാസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ വന്ന് തിയേറ്ററിൽ വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സ്റ്റഫ് തന്നെയാണ് ബ്ലാസ്റ്റ്. മുടക്കുന്ന പൈസയ്ക്ക് 100% ഒരു ബെനിഫിറ്റുള്ള സിനിമ. അമിതമായിട്ടുള്ള പിന്നെ ചീത്തവിളിയോ അല്ലെങ്കിൽ സെക്സോ അങ്ങനെ ഉള്ളൊരു സാധനമൊന്നുമില്ല, ക്രൂരമായ വയലൻസ് ഒന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും 16+ ആണ്. ആകെ ഒരു കാറ്റഗറിയിലാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു 4K ലേസർ അറ്റ്മോസ്റ്റ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് കയറാം. ഞാൻ 5-ൽ ഒരു 3 മാർക്ക് കൊടുക്കുന്ന എനിക്ക് അതിനായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. കാരണം ഇതിൻ്റെ ആക്ഷൻ മാത്രം കാണാൻ വേണ്ടി പോകാൻ പറ്റുന്ന ഒരു സിനിമ. അതിനോടൊപ്പം തന്നെ കഥ ഒരു സൈഡിൽ കൂടെ വൈബായിട്ട് പോകുന്നുണ്ട്. അത് പക്ഷേ പ്രെഡിക്റ്റബിളും ആണ് പോലും. എങ്കിൽ പോലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ബ്ലാസ്റ്റ് ഫീൽ ചെയ്തത്. താങ്ക് യു.